ആണുങ്ങളില്ലാത്തോണ്ടുള്ള കമ്പരാളിയാ. കാരണം എനിക്ക് ഒച്ച അടിച്ച് പോയിക്കാൻ കുറയ്ക്കാൻ പറ്റാത്തോണ്ടുള്ളതാണ്. എനിക്കാവും ശരിക്കും ഒച്ച അടിക്കുന്നതിനെ ശരിയാക്കാൻ എനിക്കറിയാം. ഈ കൂട്ടരെ പറയുന്നവനെ ചവിട്ടിക്കൂടെ അറിയാമെന്നൊന്നും അല്ലല്ലോ ഈ തെമ്മാടിത്തരം. അതിന്റെ പെണ്ണുമ്പിള്ളേരൊക്കെ തെമ്മാടിത്തം കാണിച്ചത് നമ്മുടെ വീട്ടിൽ തെമ്മാടിത്തരമൊന്നും കാണിക്കണ്ട. ഇപ്പൊ നമ്മുടെ വീട്ടിൽ തെമ്മാടിത്തരമൊന്നും കാണിക്കണ്ട. പണിയാൻകുട്ടൻ ഞാനല്ലേ നിങ്ങളുടെ മലപ്പുറം കുട്ടനെ കണ്ട് മലപ്പുറം കഴിയാൻ വന്നിരിക്കുന്നവൻ. ഡ്രാമയുമായിട്ട് നടക്കുക. അവൻ രാവിലെ എങ്ങാണ്ട് പോയി കുട്ടിയായപ്പോ മരുന്ന് കണ്ടവരല്ലേ അതെല്ലാം വിളിച്ചോണ്ട് ഡ്രാമയുമായിട്ട് ഇങ്ങനെ നടക്കുക. ഇവിടെ ക്യാമറ ഓഫ് ചെയ്ത് കുറെ കഥ ഉണ്ടാക്കാൻ എന്താ കഥയാണ് കാടാ ഉണ്ടാക്കേണ്ടത്? ആരെ കയറുന്നതാണോ കഥ ഉണ്ടാക്കുന്നത്? നീയൊക്കെ ആരാണ് ഇവിടെ കയറുന്നത്? ഞങ്ങൾക്കൊന്നും അറിയുന്നു. ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങൾക്ക് ഇംഗ്ലീഷ് പെരുമാനാണോ? എന്ത് വേടാ? കാണാൻ വയ്യാത്തവര് വല്ലതാണോ ഇവിടെ കയറുന്നത്? ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഗന്ധർവനാണോ? ഗന്ധർവൻ ഞങ്ങൾക്ക് കാണാൻ പറ്റാത്തവരാണെന്തോ ഗന്ധർവനാണോ ഇവിടെ കയറുന്നത്? ദിവാലി പഠിക്കാൻ ഗന്ധർവനാണോ? ഞങ്ങൾക്ക് കാണുന്നില്ല. കഥയുണ്ടാക്കുന്ന തേവിച്ചിലൊന്നല്ല വേശ്യ കൊലയാളികളൊക്കെ കഥയുണ്ടാക്കുന്ന മുഴുവേശ്യ നാളിലേശ്യ തമ്പേ കഥയാളിയൊക്കെ മുഴുവേശ്യ എങ്ങാണ്ട് കേട്ട മുഴുവേശ്യകള്. ചെറുകുട്ടിക്കാരുടെ ചട്ടി എല്ലാം കയറിയതാ കുറെ കയറി ഇറങ്ങിയതായിരിക്കും ചെറുകുട്ടിക്കാരുടെ ചട്ടിയെല്ലാം. ഒക്കെ ചുമ്മാതാണ്. എന്നൊക്കെ എന്താ അവന്മാരെല്ലാം അങ്ങനെ കുറെ വിളിക്കുകയും പറയുകയൊക്കെ ചെയ്യും. ഒരുപാട് രോഗങ്ങളുണ്ട്. എനിക്കറിയാം ഈ കുട്ടല് നല്ല ശരിക്കും ചവിട്ടി മെതിക്കാൻ എനിക്ക് അറിയാവുന്നതല്ല. ഇവൻ ആരായവൻ ഈ കണിയാൻ കുട്ടല് എങ്ങാനും കേട്ട മാറ്റി നമ്മുടെ കൈ നാറും. അതുകൊണ്ടാണ് കണിയാൻകുട്ടം നടക്കുന്നത്. ഏതാണ് ഈ പട്ടി? കണിയാൻകുട്ടം എങ്ങാണ്ട് മലപ്പുറത്തുനിന്ന് എങ്ങാണ്ട് ഒരു അലിഞ്ഞ സ്ഥലത്തുനിന്ന് വന്ന എങ്ങാണ്ട് മലപ്പുറം വേണ്ടി എങ്ങാണ്ട് ഒരു മലപ്പുറം മേത്തനായിട്ട് വന്ന അമ്മയാ. മലപ്പുറം മേത്തൻ മല്ലിക്ക സഹദേവബന്ധത്തിൽ ഭരിക്കാൻ. നീ ആരാ സഹദേവബന്ധത്തിലെ ഇവിടെ ഭരിക്കാന്? നീ ആരാടാ ഇവിടെ ഭരിക്കാൻ കയറി? മലപ്പുറം നാളി മലപ്പുറം നാളി എങ്ങാണ്ട് അവരാവിന്റെ കൂട്ടിക്ക് മോനെ കണ്ട് അവരാവിയുടെ എങ്ങാണ്ട് അവരാവി കൂട്ടിക്ക് മോനെ കണ്ട് എന്റെ ക്യാമറ ഇതാക്കുന്നത്. ക്യാമറ ഓഫ് ചെയ്തിട്ട് എന്താ ഉണ്ടാക്കുക? എന്താ കഥയാ നിന്റെ ക്യാമറ ഓഫ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നേ? എന്റെ അമ്മ ഇവിടെ ഉണ്ടായിരുന്നതാ. ഞാൻ എപ്പോഴും വഴിയോളം ഞാൻ ഇവിടെ ഉണ്ട്. വഴിയോളം നേരം വീഡിയോ എടുക്കുന്നു. എങ്ങും പോയില്ല ഞാൻ. കഥയുണ്ടാക്കുന്നു. എന്താ കഥയാടാ ഉണ്ടാക്കുന്നേ? എന്താ കഥ ഉണ്ടാക്കുക? ആ നമ്മുടെ വീട്ടിൽ സംസാരിക്കുക. 65 വയസ്സുള്ളവർ 31 വയസ്സ് കെട്ടിയാലും തെല്ലാവാ. ഞാനും ഉപ്പും കൂടി ഇരിക്കുന്നതിന് ഭയങ്കര രോഗമാണ്. അയ്യോ ഇല്ലാതെ രോഗമല്ല. ഇതുപോലെ അവിടെ എടുത്ത് കൊണ്ട ദൈവങ്ങളെ എന്താ പോലെ ഇതുപോലെ കുറെ ഇതുപോലെ കുറെ ആളുകൾ അവന്മാരും തൊഴിലില്ലാതെ ഞങ്ങളെ പുറകിൽ നിമിഷം പ്രതി ഞങ്ങളെ ഉപദ്രവിക്കുകയായിരുന്നു. ഹരാസ്മെന്റ് ആയിരുന്നു. ഇതുപോലെ കുറെ ആളുമാരും അവന്മാരും ദിവസം പ്രതി കുറെ അവരാളികളും അവരാളിന്റെ കൂട്ടിച്ചന്മാരും കൂടെ ഇങ്ങനെ നടക്കുമായിരുന്നു. ഞങ്ങളുടെ മുറിയുടെ മുന്നിൽ വന്ന് നിന്ന് കുറെ ജോലിയും വേലയില്ലാത്ത കുറെ ക്രിമിനലുകൾ എങ്ങാണ്ട് ജോലിയും വേലയില്ലാത്ത കുറെ പെൺകുട്ടികൾ നടക്കുമായിരുന്നു. മുറിക്കൊണ്ട് ഇങ്ങനെ കിട്ടിയേക്കുമായിരുന്നു കുറെ ജോലിയും വേലയില്ലാത്ത കുറെ യുവത്തെ അവരാളികളെ വേശ്യകളെ ആൺവേശ്യകളും കുറെ പെൺവേശ്യകളെയും കൊണ്ട് ഇരുത്തിയിരിക്കുകയായിരുന്നു ഞങ്ങൾക്ക് പാരവണിയാനായിട്ട്. ഞങ്ങൾക്ക്
കറണ്ട് പോവുക വരിക പിന്നെ പല പല 12 മണി എന്ന് 12 മണിക്ക് രാത്രി കറണ്ട് പോവുക എന്തല്ല ആരും വന്നിട്ടോ ഇതുപോലെ രാത്രി 12 ആവുക പോകും ഒരിടത്ത് രാത്രി 12 ആവുമ്പോൾ നെറ്റ് പോകും പല പലതും കണ്ടത് അതുകൊണ്ട് അറിയാവുന്നത് ഒന്നല്ല കണ്ടത് പലതും കണ്ടതാ ശരിക്ക് അതുകൊണ്ടാ പറയുന്നത് കറണ്ട് പോക്ക് രോഗമല്ല കറണ്ട് പോക്കും നെറ്റ് പോക്കും കുറെ ഉണ്ട് നെറ്റ്വർക്ക് പോക്കും കറണ്ട് പോക്കും നെറ്റ്വർക്ക് പോക്കും എന്ന് വേണ്ട കുറെ ഡ്രാമകളായിട്ട് ഇങ്ങനെ നടക്കുക കുറെ അവന്മാര് ഫോൺ പിടിച്ചങ്ങ് ഇരിക്കുക ഇങ്ങനെ തൊഴിൽ മേഖലയില്ലാതെ ഇൻഷുറൻസ് മോട്ടിച്ച് തിന്നാൻ വേണ്ടി ഇരിക്കുക ഇൻഷുറൻസ് മോഷണക്കാർ കുറെ എന്താ അമ്മമാരൊക്കെ ഇങ്ങനെ നടക്കുക ഇങ്ങനെ ഇതൊക്കെ ആരാണ് ഈ വായ്പ പഠിക്കത് നീയൊക്കെ ആരാണ് എന്നെ പഠിക്കാൻ നടക്കാന് നിനക്ക് ആരാണ് അധികാരം വന്നേക്കുന്നത് എന്റെ വീട്ടിലെ കാര്യം നോക്കാൻ നീയൊക്കെ ആരാണ് നീ ആരാണ് കണിയാൻകുട്ടത്തേണ്ടി നീ ആരാണ് കണിയാൻകുട്ടനെ കണ്ട അയലത്ത് കിടക്കുന്നവരൊക്കെ സാധാരണത്തെ കാര്യം നോക്കാൻ ആരാടാ നിന്റെ കയ്യിൽ വല്ല വാങ്ങിച്ചിട്ട് അന്നും തുടങ്ങുന്നത് എവിടെ വേണ്ടി നീ ഇവിടുത്തെ കാര്യം ക്യാമറയൊക്കെ ഭരിക്കാൻ നീ ആരാണ് കണിയാൻ വേണ്ടി നീ എന്റെ അവരെയൊക്കെ നിയന്ത്രിക്കാന് അയലത്ത് കിടക്കുന്ന തെണ്ടിയൊക്കെ എന്റെ ക്യാമറ നിയന്ത്രിക്കാൻ നീ അതിന് കാലാണ് വൈകി തരുന്നത് എവിടെ തെണ്ടി നീ ക്രിമിനൽ ആക്ടിവിറ്റി എടുത്തോണ്ട് ഇരിക്കുന്നതാ കാണിക്കാൻ പറ്റി കണ്ടാതെ ക്യാമറയൊക്കെ ഉണ്ടാക്കി ഇരിക്കുന്നതാ ഈ ആരാണ് ഞങ്ങളുടെ ക്യാമറ ഉണ്ടാക്കാന് ഓഫ് ചെയ്തിട്ട് ആരാണ് കഥയുണ്ടാക്കുന്നത് എന്റെ ക്യാമറ ഓഫ് ചെയ്ത് വെച്ചേക്ക് ഇത് സ്വന്തക്കൈലൊക്കെ പോയി കഴിഞ്ഞ് വരുന്നോളെ ഇവിടെ ഇനി സ്വന്തക്കൈലൊക്കെ പോയി കഴിയാണ്ട് സ്വന്തം ഓരോക്കെ അടിക്കുന്നോടാ വേണ്ടി എങ്ങാണ്ട് 3-4 അവന്റെ മോനെ പാലാത്തിക്ക് വിടുവായിരുന്നു നാടകം നടക്കാനിട്ട് എന്നെ 5 ക്യാമറ അടിച്ചു കൊടുത്തത് ഇപ്പൊ ക്യാമറ ഓഫ് ചെയ്തിട്ടാ അവന്റെ ജോലി ക്യാമറ ഓഫ് ചെയ്ത് വെച്ച് നാടകം ഉണ്ടാക്കുന്നു കുറെ അവരാവിന്റെ കൂട്ടിച്ചികളെങ്ങാണ്ട് തേണ്ടി സമയത്ത് ഉണ്ടാക്കിയ കുറെ അവരാവിന്റെ കൂട്ടിച്ചികളും കൂട്ടിച്ചന്മാരും വേശ്യകളെ മുതുവേശ്യൊക്കെ ജനിക്കണ നേരത്തെ ജനിച്ച കുറെ മുതുവേശ്യകൾ നീയൊക്കെ പോയില്ല വേശ്യാപ്പണിക്ക് 90 വയസ്സിന് പോവാൻ വേശ്യാപ്പണിക്ക് പോയിട്ട് കഥയുണ്ടാക്കി ഏതാണെന്ന് വെച്ചാൽ ഈ നടത്തുന്നേ കണ്ട പെണ്ണുങ്ങളെ പറ്റി കഥയുണ്ടാക്കാതെ വേശ്യാപ്പണിക്ക് പോവും വിവാഹപ്പണികൾ ഇതുവരെ വേശ്യാപ്പണി ചെയ്ത് 5 പൈസ ഉണ്ടാക്കിയില്ല നീയൊക്കെ നടത്തി ഇങ്ങനത്തെ വേശ്യാപ്പണിയും കണ്ട പെണ്ണുങ്ങളെ കുറിച്ച് കഥയുണ്ടാക്കുന്നത് നീയൊക്കെ നടക്കായി നിങ്ങൾക്കൊക്കെ അറിയത്തില്ല ഈ എങ്ങനെ വേശ്യാപ്പണി ചെയ്യുന്നത് തുണി ഒക്കെയൊക്കെ കിടന്ന് വേശ്യാപ്പണി ചെയ്ത് നീ കാശുണ്ടാക്കും എനിക്ക് നല്ലൊരു ജോലി ചെയ്ത് കാശുണ്ടാക്കാൻ അറിയാം ഞാൻ ഇതുവരെ വേശ്യാപ്പണി ഒന്ന് പോയി കാശുണ്ടാക്കിയിട്ടില്ല അവരെ ആളുകളെ ഒന്ന് കാശ് വാങ്ങിച്ചിട്ട് ഇതുവരെ ഒരാളിന്റെ 5 പൈസ കാശ് വാങ്ങിച്ചിട്ടില്ല നെന്മാടിയിലൊന്നും നെന്മാടത്തിന് എടുക്കുന്നോടാ പണിയാ നാറി പട്ടി എങ്ങാണ്ട് 3 കണിയാൻ എന്റെ മോനെ പാതിരാത്രിക്ക് വിടിയിലായിരുന്നു ഇവിടെ ജോലി എന്താ വേണം നിനക്ക് പോക്കേട് നീ എന്താ ഉണ്ടാക്കുവാടാ ഇവിടെ കയറി കഴിക്കാൻ നീ ആരാ സാധേമന്ദത്തിൽ കയറി കഴിക്കാറ് ഇതൊക്കെ എന്ത് വേണം നിന്റെയൊക്കെ വീട്ടിലുണ്ടാ ഇരുന്നാൽ മതി അല്ലാതെ ഇങ്ങോട്ട് കയറുന്ന അറിയുന്നു നിനക്ക് നിന്റെ വീട്ടിൽ സാധേമന്ദം അറിയുന്നു ഇങ്ങോട്ട് കയറി ഉണ്ടാക്കാൻ വേണ്ട തെമ്മാടിത്തരം കൊണ്ട് നടക്കുന്നു കുറെ അവന്മാര് കുറെ പെണ്ണുങ്ങളുടെ കഥ ഇതുപോലെ പറയുന്നത് ഒത്തിരി അവന്മാർ കേട്ടിട്ടുണ്ട് കുറെ അവന്മാരുടെ കഥ ഇങ്ങനെ കഥ പറഞ്ഞു നടക്കുക നാടൻ കെട്ടവന്മാരും അവന്മാരും കഥ കുറെ പറഞ്ഞ് നടക്കുക നാണമില്ല കടം പോലും വാങ്ങിക്കണം നിങ്ങളെല്ലാം അമ്മയന്മാര് കല്യാണം തുടങ്ങിയപ്പോൾ അയ്യോ എന്റെ അമ്മയുടെ കയ്യെ പോലെ തന്നെ അമ്മ എന്റെ കയ്യും അമ്മയുടെ കയ്യിലുള്ള വേഷമൊക്കെ തന്നെ എന്റെ